ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ യൂട്യൂബിൽ കൂടി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 21 അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. ഓരോ ദൈവ പൈതലിൻ്റെയും അഥവാ ദൈവസഭയുടെയും ഒക്കെയും പ്രത്യാശയാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ ചെന്ന് പാർക്കണം. നിത്യതയിലെത്തുമ്പോൾ ദൈവത്തോടൊപ്പം വസിക്കണം. ആ ആഗ്രഹമാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത്. എഫേസ്യർ 2:10 പറയുന്നുണ്ട്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുവാനല്ല, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നന്മയും ദൈവപ്രസാദവുമുള്ള പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അറിയാം, മറുരൂപ മലയിൽ മോശയും ഏലിയാവും കർത്താവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ കരുതി, ഇവിടെയാണ് നല്ല സന്തോഷം, ഇത് നല്ല തേജസ്സുള്ള സ്ഥലമാണ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്, അപ്പോൾ ഇവിടെ പാർക്കാമെന്ന്. അവർ തിരിച്ചറിഞ്ഞില്ല അവരുടെ സമയമായില്ല എന്നുള്ളത്. അപ്പോൾ ഈ കൂടാരത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, എപ്പോഴും ദൈവ സാന്നിധ്യമുണ്ട്. അവിടെ കണ്ണുനീരില്ല, മുറവിളിയില്ല, കഷ്ടപ്പാടില്ല. ദൈവം കൂടെയുള്ളപ്പോൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? ദൈവ സാന്നിധ്യം വളരെയധികമുള്ള സ്ഥലമാണ് ആ ദൈവത്തിൻ്റെ കൂടാരം. ഏദനിൽ പാപം ചെയ്ത് ഏദനിൽ നിന്ന് അവരെ പുറത്താക്കി. കാരണം പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. അതിൽ നിന്ന് നമ്മെ വീണ്ടും വീണ്ടെടുത്തത് വീണ്ടും പാപത്തിലേക്ക് അടിമപ്പെട്ട് ജീവിക്കുവാനല്ല, എന്നാലോ ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിച്ച് ഈ കൂടാരത്തിൽ പാർക്കുവാനുള്ള ആ വിശ്വസ്തത നേടുക എന്നുള്ളതാണ്. രണ്ടാമത്, ആ കൂടാരത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് വിശുദ്ധമാണ്. അല്ലേ, ഒരു അശുദ്ധനും അതിൽ പ്രവേശിക്കുവാനും സാധിക്കുകയില്ല. അവിടെ പറയുന്നുണ്ട്, റെവലേഷൻ 22:15 പറയുന്നുണ്ട്, നായ്ക്കൾ എന്ന് പറയുമ്പോൾ ചെയ്ത പാപത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു, നായ ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും പോകുമെന്ന് പറയുന്ന പോലെ ചെയ്ത പാപം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നായ്ക്കളോ അല്ലെങ്കിൽ ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കൾ പ്രിയപ്പെടുന്നവർ, അത് പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊന്നും ഈ കൂടാരത്തിലേക്ക് അവർക്ക് പ്രവേശനമില്ല. കാരണം അത് അതിവിശുദ്ധമാണ്. വിശുദ്ധിയുള്ളിടത്ത് ദൈവം വസിക്കുന്നു, വിശുദ്ധിയുള്ളവർക്ക് അശുദ്ധന് പ്രവേശനമില്ല. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ സ്വർഗീയ ഊർശ്ലേമിലേക്ക് നമുക്ക് കടന്നു പറ്റുവാൻ നാം ഒരുക്കത്തോടെയാണോ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുക. സ്വർഗീയ ഊർശ്ലേം എന്നാൽ നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. നമുക്കറിയാം, ഒരു താജ്മഹൽ കണ്ടാൽ നാം അന്തിച്ചു നിന്ന് പോകും, അതിൻ്റെ മനോഹാരിത്വം നമ്മളെ കീഴടക്കും. എന്നാൽ ഈ സ്വർഗീയ ഊർശ്ലേമിൻ്റെ ആ ഒരു ഭാവന പോലും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അത്രമാത്രം വിശേഷതയുള്ളതാണ് അതിൻ്റെ ഓരോ പണികളും. അതിനകത്തെ ഓരോ നഗരത്തിൻ്റെ ആ പ്രത്യേകത അവിടെയൊക്കെയും വായിക്കുവാൻ സാധിക്കും. 21-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. അത് 12 അടിസ്ഥാനങ്ങൾ ഇട്ടാണ് അതിൻ്റെ മതിലുകൾ പോലും പണിതിരിക്കുന്നത്. ആ 12 അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വിലയേറിയ ഓരോ രത്നങ്ങൾ, ആ ഓരോ രത്നങ്ങളുടെ പേര് സഹിതം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ രത്നം, ലൈക്ക് സൂര്യകാന്തി, നീലരത്നം, മാണിക്യം, മരതകം എന്ന് തുടങ്ങി 12 രത്നങ്ങൾ കൊണ്ടാണ് 12 അടിസ്ഥാനങ്ങൾ പോലും ഇട്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് ആരെങ്കിലും കുറച്ച് ഫ്ലാറ്റ് പണിതോ അല്ലെങ്കിൽ ഒരു വീടുകൾ പണിതിട്ടിട്ട് പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഫ്രീ ആയിട്ട് താമസിച്ചോളാൻ പറഞ്ഞാൽ നാം എന്താ ചെയ്യുന്നത്? ഏറ്റവും മഹത്വമേറിയ ഒരെണ്ണം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കും. അവിടെ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും ജീവിക്കുവാൻ പറ്റുമോ? ഒന്ന് നോക്കുമ്പം അത് തൃപ്തിയായാൽ പോലും അത് പോരാ, അടുത്തതിലേക്ക് നോക്കും, അടുത്ത വീടും പോയി പരിശോധിക്കും, അവിടെ എല്ലാം എന്തൊക്കെയുണ്ട്, എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ആദ്യത്തെ വീട് തന്നെ നോക്കും. പക്ഷേ ആ ആദ്യം കണ്ടതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ സ്വർഗീയ ഊർശ്ലേം, അവിടെയുള്ള ഒരു വാസം, അതിനുവേണ്ടി നാം എത്രമാത്രം കാംക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് ലഭിച്ചാൽ ആ ഭാഗ്യാവസ്ഥയിൽ കഴിഞ്ഞ് നമുക്കൊന്നും ലഭിക്കുവാനില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. നമുക്കറിയാം, യോഹന്നാൻ 14 അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. അത് ഒരുക്കിയതിന് ശേഷം വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊള്ളും. അപ്പോൾ ചേർത്തുകൊള്ളുവാൻ, കർത്താവിനോടൊപ്പം പോകുവാൻ ഒരുക്കത്തോടെ ഇരിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം.
കൊരിന്ത്യർ പറയുന്ന പോലെ കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, 2 കൊരിന്ത്യർ 5:1 കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ആ ഒരു വിശ്വാസമാണ് നമുക്ക്. അപ്പോൾ ആ കെട്ടിടം ആ ഭവനം അതാണ് നമുക്ക് നേടേണ്ടത്. അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. അതാണ് ഫിലിപ്പിയൻസ് 3:20 പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, ഈ ലോകത്തിലുള്ള പൗരത്വത്തിനല്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ ഓരോ രാജ്യത്തിനും പൗരത്വം കിട്ടുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു ഓരോ ആൾക്കാരും, അതിനുവേണ്ടി എന്തുമാത്രം പ്രയത്നിക്കുന്നുണ്ട്. വെറുതെ നിസ്സാരമായി കണ്ട് അല്ലെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഒന്നും അതായില്ല. ആ പൗരത്വം ലഭിക്കുവാൻ വേണ്ടി അനേക കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിൻ്റെ ആ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന റൂൾസും റെഗുലേഷൻസും എല്ലാം അതൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ചട്ടങ്ങളും എല്ലാം മനസ്സിലാക്കി അതെല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ അവിടുത്തെ പൗരത്വം കിട്ടിയുള്ളൂ. ആ പൗരത്വം ലഭിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധമാണ്. അത് ഈ ലോകത്തിലെ പൗരത്വം അല്ലെ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ പൗരത്വം അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് സ്വർഗത്തിലെ പൗരത്വമാണ്. അപ്പോൾ സ്വർഗത്തിലെ പൗരത്വം കിട്ടുവാനും നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. അതിനുവേണ്ടിയും വളരെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. നാം ഉദ്ദേശിക്കുന്ന പോലെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ അല്ലെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ ഒന്നും ഈ പൗരത്വം നമുക്ക് ലഭിക്കുകയില്ല. നാമും അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചിന്തകളും അല്ലെ ഓരോ സമയത്തും നാം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ ശോധന ചെയ്ത് നമ്മെ തന്നെ ഒരു രൂപാന്തരപ്പെടുത്തി ജീവിച്ചെങ്കിൽ മാത്രമേ ആ പൗരത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. സാംസ് 14:53 പറയുന്നുണ്ടല്ലോ, ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ. അപ്പോൾ ബുദ്ധിമാനില്ല, ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവസാനമാകുമ്പോൾ ഭക്തന്മാർ പോലും തങ്ങളുടെ ഭക്തിയെ ത്യജിച്ച് കളയെന്ന് പറയുന്ന ആ അവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് കാണുന്നതും. നാം വളരെ നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. എന്നാൽ അതിനുശേഷം വീണ്ടും നായ്ക്കളെ പോലെ പഴയ പടിയിലേക്ക് തിരിഞ്ഞു പോകാനല്ല ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലെ അവകാശികളായി, ആ സ്വർഗീയ യെരൂശലേമിലെ അവകാശികളായി തീരുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായ കുറച്ച് ക്വാളിറ്റീസ് വേണം. നമുക്ക് ചില പ്രത്യേകതകളുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെന്ന് പറ്റുവാൻ കഴിയുകയുള്ളൂ. നാം സാംസ് 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന എന്തോ, യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? അവിടെ പറയുന്ന ഒരു 11 പ്രത്യേകതകളുണ്ട്. നമുക്കതിൽ കൂടി ഒന്ന് പോകാം. ഒന്നാമത്തെ പ്രത്യേകതയാണ് നിഷ്കളങ്കത, അതായത് ഹൃദയത്തിൻ്റെ നൈർമല്യത. ഇത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞ എന്തുവാ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യ അവകാശം ലഭിക്കുകയില്ല, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് അവകാശമില്ല. കാര്യം കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത്വം, അതെ, നിഷ്കളങ്കത്വമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. നേരിലുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തുന്നു. അങ്ങനെയെങ്കിൽ നാം എത്ര നിഷ്കളങ്കരായിട്ട് ജീവിക്കണം. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അനുസരണം തന്നെയുമല്ല, അവർക്കൊരു പ്രത്യേകത കൂടി ഉള്ളത്, അവർ എപ്പോഴും ദൈവത്തിൽ മാതാപിതാക്കളിൽ ആശ്രയിക്കും. ആ മാതാപിതാക്കൾ പറയുന്നതേ അവർ കേൾക്കുകയുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം, അവരെപ്പോഴും ഒരു സപ്പോർട്ട് വേണം. അവർക്ക് അമ്മയപ്പന് ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും നാം ദൈവസാന്നിധ്യം കൊതിക്കുന്നവരായിരിക്കണം. നിഷ്കളങ്കതയോടെ നടന്നെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ആ നിഷ്കളങ്കത്വമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. രണ്ടാമത്തെ പ്രത്യേകത, നീതി പ്രവർത്തിക്കണം. സാംസ് 11:7 പറയുന്നു, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, അല്ലേ? അപ്പോൾ ഒരു നീതിമാൻ, ഒരു വിശുദ്ധൻ വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, നീതിമാൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നീതി പ്രവർത്തിക്കാത്ത ആളിനെ എങ്ങനെ ഇഷ്ടപ്പെടും? അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട് 21:3 ഇപ്രകാരം പറയുന്നു, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. അതുപോലെ നീതിമാൻ പന പോലെ തഴയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ കടമയാണ് നാം നീതി പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ആ നീതി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുക, നീതിയോടുകൂടിയ ഒരു ജീവിതം. മൂന്നാമത്തെ പ്രത്യേകത, ഹൃദയപൂർവ്വ സത്യം സംസാരിക്കുക. പ്രൊവേർബ്സ് 12:19 പറയുന്നു, സത്യം പറയുന്ന ആദരം എന്നേക്കും നിലനിൽക്കും. ഏത് സാഹചര്യത്തിലും സത്യം പറയുക.
കള്ളം പറയുന്ന ഒരു പതിവായിട്ട് ചിലർ പറയും, ചെറിയ ചെറിയ കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു കള്ളം പറഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ പുറമെ 10 കള്ളം പറഞ്ഞെങ്കിലേ അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്തിനാണ് നാം കള്ളം പറയുന്നത്? ആവശ്യമില്ലാതെ കള്ളം പറയരുത്. ആവശ്യമുള്ളപ്പോൾ എന്നല്ല, ഒട്ടും കള്ളം പറയരുത്. അപ്പോൾ എപ്പോഴും നാം സത്യം പറയുന്നവരായിരിക്കും. എങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരായിരിക്കണം. 4, നാവ് കൊണ്ട് കുരള പറയാതെ ഇരിക്കണം. നാവ് കൊണ്ട് ഒരു കാരണം നമ്മൾ പറയത്തില്ലേ, ഒരാളോട് ഒരു കറക്ഷൻ പറഞ്ഞാൽ അവരെ നേരിട്ട് അവരോട് സംസാരിക്കുക. അതിന് പകരം ബാക്ക് ബൈറ്റിംഗ് എന്ന് പറയത്തില്ലേ, അതായത് അവരുടെ പുറകിൽ നിന്ന് പറയുകയും അവരെക്കുറിച്ച് വേണ്ടാത്ത ഗോസിപ്പ് പറയുകയും ചെയ്യുന്നത് അത് തെറ്റാണ്. അതുകൊണ്ട് നാം അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. കാരണം സയൻസ് 139:1 എന്താ നാം വായിക്കുന്നത്? ദൈവം നമ്മുടെ ഹൃദയത്തെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നതാണ്. നാം പുറമേ പറഞ്ഞില്ലെങ്കിൽ പോലും ഹൃദയത്തിലെ ചിന്തനങ്ങളെ വിവേചിച്ചറിയുന്ന ദൈവം അതുപോലും പറയുന്നവനാണ്. അപ്പോൾ നാം എത്ര മറ്റുള്ളവരുടെ മുൻപാകെ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ പോലും നിരൂപണങ്ങളെ മനസ്സിലാക്കുന്നവൻ്റെ മുന്നിലാണ് നാം ജീവിക്കുന്നത്. എപ്പോഴും നാം അവൻ്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ നാം കഴിയുന്നതും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. നമ്മുടെ ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാണെന്നാണ് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് സമാധാനം പകരുന്നതാണ്, സന്തോഷം ഉളവാക്കുന്നതാണ്, അവരെ തളർത്താതെ അവരെ വളർത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം പറയുവാൻ. നാം കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അങ്ങനെ വെറുതെ പറഞ്ഞ് പുലമ്പിക്കൊണ്ട് നടക്കുവാൻ പാടില്ല. 5ാമത്തെ കാര്യം, കൂട്ടുകാരനോട് ദോഷം ചെയ്യരുത്. കൂട്ടുകാരൻ ആരാണെന്നൊക്കെ നമുക്കറിയാം. നമ്മളെ ശമറിയക്കാരൻ്റെ കഥയിൽ കൂടി നമുക്ക് നല്ലതായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ആരാണ് ശരിയായ കൂട്ടുകാരൻ, അല്ലേ? ആ കൂട്ടുകാരനെ പോലെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ ജീവിക്കുക. സെക്കറിയ പ്രവചനത്തിൽ പറയുന്നു 8:17 ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. ഇതൊക്കെ യഹോവ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മുൻപാകെയാണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരനോട് പോലും ദോഷം ചെയ്യാതെ അവർക്ക് എഗൻസ്റ്റായിട്ട് ഒന്നും പറയാതെ ജീവിക്കുന്നവരായിരിക്കണം. റോമൻസ് 12:17 പറയുന്നു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. ഇനിയും 6ാമത്തെ പ്രത്യേകത, കൂട്ടുകാരന് അപമാനം വരുത്തരുത്. നമുക്കറിയാം, ഇന്ന് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ട ഉടനെ അത് ഫോർവേഡ് ചെയ്യുന്ന നമ്മുടെ ഒരു പതിവാണ്. അത് ശരിയാണോ, അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമോ, അല്ലെ ആ മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുമോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആരൊക്കെ നാം സ്നേഹിക്കുന്നവർ മാത്രമല്ല, നാം അറിയുന്ന നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള സഹോദരവർഗം, അതായത് മനുഷ്യമായ രീതിയിൽ നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ, അല്ലാതെ നമ്മൾ സ്നേഹിക്കാത്തവരെ, നമ്മളോടൊപ്പം വസിക്കുന്നവർ, അല്ലെ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരെ, ഇങ്ങനെ ആരുമാകാം, അവർക്ക് എഗൻസ്റ്റായിട്ട് നാം ഒരു കാര്യവും പറയുവാൻ പാടില്ല. അവർക്ക് അപമാനം വരുത്തുന്ന രീതിയിൽ, അവരുടെ ജീവിതത്തിനെ കരുതയിക്കുന്ന രീതിയിൽ ഒന്നും നാം പറയുവാൻ പാടില്ല. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ അത് നേരിട്ട് പറഞ്ഞ് അവരെ തിരുത്തുവാൻ ശ്രമിക്കണം. അല്ല എങ്കിൽ വിട്ടേക്കുക. നമുക്ക് അവർക്ക് വേണ്ടി കാര്യങ്ങൾ, അല്ലെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു അതിന് ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അതിന് കോടതിയോ പോലീസോ അത് ആരാന്ന് ചെയ്തോളും. നമുക്കത് ബുദ്ധിമുട്ടായി, നമുക്കത് വേദന ഉളവാക്കുന്നതാണെങ്കിൽ നാം ഏറ്റവും വലിയ കോടതിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അത് സമർപ്പിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അല്ലാതെ പകരത്തിന് പകരം ചെയ്ത് അവനെ അപമാനിക്കുവാനോ, എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അത് കാരണം ഞാൻ ഇനി അത് സഹിക്കില്ല, അത് കാരണം അവനും അതുപോലെ അനുഭവിക്കണം എന്ന് ആ ഒരു നിരൂപണം പോലും ശരിയല്ല. ഒരിക്കലും കൂട്ടുകാരനെ അപമാനിക്കില്ല. 7ാമതായി പറയുന്നു, വഷളനെ നിന്ദ്യനായി എണ്ണുക. ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുക കഴിയുമെങ്കിൽ. അല്ലാതെ അവൻ തെറ്റ് ചെയ്തിട്ടും അവനോടൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ടും അവനെ സപ്പോർട്ട് ചെയ്ത് നടക്കരുത്. ഒരിക്കലും ആ പാപത്തിന് നാമും അടിമപ്പെടുവാൻ സംഗതിയാക്കരുത്. ഒരു തെറ്റായ രീതിയിൽ അവൻ ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും അവൻ്റെ ജീവിതം മലിനപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കിയിട്ട് അത് ചൂണ്ടിക്കാണിക്കുകയോ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് നല്ല കാര്യമാണ്. എന്നാൽ ദൈവഹിതമില്ലാത്ത ഏത് പ്രവൃത്തിയും വഷളത്വമാണ്. അപ്പോൾ അങ്ങനത്തെ ഏത് പ്രവൃത്തി ചെയ്യുന്നവരെയും വഷളനാണ് നാം എണ്ണണം. അവരെ വീണ്ടും
അവർക്ക് കൂട്ടുനിന്ന് അവർ വീണ്ടും ദുഷ്പ്രവൃത്തിയിലേക്ക് ചായുവാൻ സംഗതി ആക്കരുത്. സങ്കീർത്തനം 26:5 ഇപ്രകാരം പറയുന്നു, ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. അതുകൊണ്ടാണ് നാം സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ ഒന്നിൽ വായിക്കുന്നുണ്ടല്ലോ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന്. അപ്പോൾ ഓരോ സമയവും നാം കണ്ട് നാം അവരോടൊപ്പം ചിലവഴിക്കുന്ന സമയം അത് നമുക്കോ അവർക്കോ അപമാനം വരുത്തുന്ന രീതിയിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിന്ദ്യനായി തന്നെ എണ്ണണം, അവരെ മാറ്റി നിർത്തണം. നാം ഉപദേശിക്കാം, അവർ തിരിച്ചു വരുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷെങ്കിൽ വീണ്ടും വീണ്ടും അവരതിന് കൂട്ടുനിന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ അവരതോർക്കും, നല്ല കാര്യം, കുഴപ്പമില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോയാലേ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് അവരെ വഷളനെ നിന്ദ്യനായി തന്നെ എണ്ണണം. 8ാമത് പറയുന്നു, യഹോവ ഭക്തനെ ബഹുമാനിക്കുക. ദൈവപ്രവൃത്തി ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ നാം ഒരിക്കലും അപമാനിക്കരുത്. അവരുടെ ഉപദേശത്തെ നാം അനുസരിക്കാതെയും അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുവാനും ഒന്നും നമ്മൾ ശ്രമിക്കരുത്. അവർ പറയുന്നത് നല്ല കാര്യങ്ങളെ നാം എടുക്കുക. അവരെ ബഹുമാനിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. കാര്യം ഒരു പക്ഷേ അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാകാം, ദൈവം പറഞ്ഞിട്ട് ദൈവനിശ്ചയപ്രകാരം അവർ ജീവിക്കുന്നവരാണ്. അവരുടെ പ്രവൃത്തി അവരെ ദൈവത്തിങ്കിലേക്ക് നമ്മെ കൂടെ അടുപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും അവരെ ഒരു നല്ലവനെന്ന് എണ്ണുവാനോ അല്ലെ അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനോ ഒന്നും നാം ശ്രമിക്കാറില്ല. അവരെ ബഹുമാനിക്കുക, അപമാനിക്കുവാൻ ഒരിക്കലും ഇടയാക്കരുത്. ഏത് ദൈവവർഷം നമുക്ക് എലീശ 2 രാജാക്കന്മാർ 4:9 നാം വായിക്കുന്നുണ്ടല്ലോ, ശൂന്യംകാരത്തി സ്ത്രീ, അവൾക്ക് മനസ്സിലായി ഇതിൽ വഴിയായി നടന്നു പോകുന്നത് ഒരു ദൈവപുരുഷനാണെന്ന്. അദ്ദേഹത്തെ ബഹുമാനിക്കാൻ വേണ്ടി ഒരു വിശ്രമ കേന്ദ്രം, ഒരു മാളികമുറി മുകളിൽ പണിത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് വിശ്രമിക്കുവാൻ ഒരിടം ഉണ്ടാക്കി കൊടുത്തു. അതെ, അവരെ ബഹുമാനിക്കണം. ദൈവപുരുഷന്മാരെ, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. 9ാമത് പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അതായത് ചില കാര്യങ്ങൾ നാം പറയും, ഓക്കെ അത് ഏറ്റെടുക്കും, ചെയ്യാം, അല്ലെങ്കിൽ അത് ഓക്കെയാണ്, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ വാക്ക് കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നാം അത് വീണ്ടും ഒന്ന് ചിന്തിക്കും. പശു അയവിറക്കുന്ന പോലെ, അയ്യോ അത് വേണ്ടായിരുന്നു, എന്തിനാണ് ഞാനത് ഏറ്റത്, എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അതിൽ നിന്ന് ഞാൻ മാറേണ്ടതായിരുന്നു എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും സത്യം ചെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ട്, നേരിടാതിരിക്കുന്ന പാവമല്ല, എന്നാൽ നേരുകയും നിവർത്തിക്കുകയും ചെയ്യാനാണ് പറയുന്നത്. ഒരു കാര്യം സത്യം ചെയ്തു എന്നാൽ അത് സത്യത്തിനെതിരായിട്ട് അത് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിൽ നിന്ന് മാറില്ല. സത്യം പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറാൻ പാടില്ല. അതിൻ്റെ കഷ്ടനഷ്ടങ്ങളൊക്കെയും നാം ഓർത്തിട്ട് അതിൽ നിന്നും വ്യതിചലിക്കുവാൻ ഒരിക്കലും ഇടയാകില്ല. അതുകൊണ്ടാണ് 1 പത്രോസ് 4:14 പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. കാരണം ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. അപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നാം ചെയ്തത് സത്യം ശരിയാണ്, ആ സത്യത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. 10ാമത് പറയുന്നു, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. നമുക്ക് ഉള്ളത് കൊണ്ട് നാം തൃപ്തരാകുവാൻ ശ്രമിക്കണം. അമിത ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയൊക്കെ ചെയ്താൽ ഒടുവിൽ അതൊരു പക്ഷേ നഷ്ടമായിട്ട് മാറത്തേ ഉള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾ, ദ്രവ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ പണം മാത്രമല്ല, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമയം, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അതൊക്കെയും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ കൊടുക്കണം. എന്നാൽ അത് കൊടുക്കുന്നത് ശരി, പക്ഷേ പ്രതിഫലേച്ഛ കൂടാതെ വേണം ചെയ്യുവാനും. നമുക്ക് ഒരാൾ സഹായം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടോ അല്ലെ അത് പ്രതീക്ഷിച്ചുകൊണ്ടോ ആളിനെ സഹായിക്കാൻ പോയിട്ട് അത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. മറ്റുള്ളവർക്ക്, ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് അവരെ സഹായിക്കുകയും അവർക്ക് പ്രതിഫലേച്ഛ കൂടാതെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കണം. നമ്മൾ ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കുന്ന കാര്യം ദൈവവും നമുക്ക് കടക്കാരനല്ല. ആയതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് കടപ്പെട്ടിരിക്കാൻ പാടില്ല. സകലവും ദൈവനാമഹത്വത്തിനായിട്ട് വേണം ചെയ്യുവാൻ. എളിയവനെ ആദരിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. 11ാമത് പറയുന്നു, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതിരിക്കുക. കൈക്കൂലി വാങ്ങിയതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണല്ലോ യൂദായുടെ അനുഭവം.
കുറ്റമില്ലാത്തവന് വിരോധമായിട്ട് കൈക്കൂലി വാങ്ങിയത്. ഇന്നും കാണുന്ന അതൊക്കെയല്ലേ. ഒരുവനെ തെറ്റിലേക്ക്, അവൻ കുറ്റം ചെയ്തവനല്ലെങ്കിൽ പോലും അവനെ ശിക്ഷിക്കുവാൻ വേണ്ടി കള്ളസാക്ഷികളെ നിർത്തുകയും ആ കള്ളസാക്ഷികൾക്കൊക്കെയും പണം കൊടുത്ത് അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതെല്ലാം തെറ്റാണ്. കോടതിയിലൊക്കെയും നടക്കുന്നത് അതാണ്. അതുമല്ല, നാം തന്നെ സ്വന്തം സഹോദരനെതിരായിട്ട് പോലും നാം ഓരോന്ന് ചെയ്തിട്ട് അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി നാം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അതിനുവേണ്ടി നാം എന്തും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെയും തെറ്റായ നടപടികളാണ്. കുറ്റമില്ലാത്തവനോട്ട് വിരോധമായിട്ട് കൈക്കൂലി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതെല്ലാം. അതുകൊണ്ട് നമ്മൾ ചിലയിടത്തൊക്കെ എഴുതി വെക്കത്തില്ലേ, കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ശിക്ഷാർഹമാണ്. നമ്മുടെ ജോലി, നാം ചെയ്യുന്ന ജോലിക്ക് അതിനുള്ള പ്രതിഫലം, നമുക്ക് ശമ്പളം അഥവാ അതിനുള്ള പ്രതിഫലം കിട്ടുന്നു എന്ന് നോക്കുക. മറ്റ് യാതൊരു കാരണം കൊണ്ടും അതിനുവേണ്ടി നാം വാങ്ങിച്ചാൽ, ഇവൻ കൊടുത്താലും അത് കുറ്റമാണ്, അത് ശരിയല്ല. അതെല്ലാം പലിശ വാങ്ങിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും കുറ്റമില്ലാത്തവനോട്ട് വിരോധമായിട്ട് കൈക്കൂലി വാങ്ങരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായി ജീവിക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ വളരണമെങ്കിൽ ഈ പ്രത്യേകതകളെല്ലാം നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ നാം വെറുതെ വിശ്വസിക്കുന്നു, അല്ലെ അത് പറഞ്ഞു, അങ്ങനെ ഞാൻ ജീവിച്ചിട്ടില്ല എന്നൊക്കെ മറ്റുള്ളവർ കാണുക പറയുകയും ഒക്കെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവനാമത്തെ മഹത്വത്തിനെ വളരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നാം ചെയ്യേണ്ടത്. നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നാം എപ്പോഴും നമ്മെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക്, ഞാൻ ചെയ്തത് ശരിയാണോ, എന്നിൽ ഈ പ്രത്യേകതകൾ ഉണ്ടോ എന്നൊക്കെയും ഈ സാംസ് വായിക്കുമ്പോൾ, 15-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നാം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. അതിൽ കൂടി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒക്കെയും നാം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൂടാരത്തിൽ അവനോടൊപ്പം വസിക്കുവാൻ കഴിയുകയുള്ളൂ. ആ കൂടാരത്തിൽ ചെന്ന് പാർക്കുവാനുള്ള ആ യോഗ്യത നമുക്ക് ലഭിക്കുവാൻ നാം ഈ പ്രവൃത്തികളൊക്കെയും അനുഷ്ഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സ്വർണ്ണത്തെരുവീതിയിൽ അതിൽ നമുക്ക് വസിക്കുവാൻ കഴിയുള്ളൂ. നാം ആഗ്രഹിക്കും, നമ്മൾ പാട്ട് പാടാറുണ്ട്, ഇതൊക്കെയും നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അതനുസരിച്ച് ജീവിക്കുവാൻ കൂടി നാം ശ്രമിക്കണം. അല്ലാതെ ക്രിസ്തുയേശുവിൽ വിശ്വാസം അർപ്പിച്ചു, അതെ ഓക്കെ എനിക്ക് വിശ്വാസമുണ്ട്, കർത്താവിൻ്റെ വഴിയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കരുത്. എന്നാൽ തികച്ചും നിഷ്കളങ്കമായി തടന്ന് ഈ പ്രവൃത്തികളൊക്കെയും അനുഷ്ഠിച്ച് ഈ പ്രാക്ടീസ് ചെയ്യേണ്ട എല്ലാ ക്വാളിറ്റീസും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് ദൈവത്തിൽ നിന്നുള്ള ആ പൗരത്വം, ആ സ്വർഗത്തിലെ പൗരത്വത്തിന് അവകാശികൾ ആകാനാണ് നാം ശ്രമിക്കേണ്ടത്. ആ സ്വർഗീയ യെരൂശലേമിൽ ആ കർത്താവിനോടൊപ്പം വസിക്കുന്ന ആ രാജ്യത്തിൽ എത്ര ആനന്ദകരമായ ഒരവസ്ഥയാണ്. അവിടെ ഒന്നിനെക്കുറിച്ചും നമുക്ക് വ്യാകുലപ്പെടേണ്ടതില്ല. അവിടെ വിശുദ്ധിയോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് സന്തോഷമുള്ള ആ പ്രവൃത്തിയാണ് ആരാധന. ആ ആരാധനയിൽ പങ്കുചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള ഒരു അവസരമാണ്. അത് നഷ്ടപ്പെടുവാൻ നാം അനുവദിക്കരുത്. അത് കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരെയും ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിൽ മരിച്ചവരെ ആദ്യം ചേർക്കും, പിന്നെ ജീവനോടിരിക്കുന്ന നമ്മയും. അപ്പോൾ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മയും ചേർത്തുകൊള്ളുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം കർത്താവിനോടൊപ്പം വസിക്കുക എന്നതാണ്. ആ വാസസ്ഥലത്തേക്ക് പോകുവാൻ, ആ സ്വർഗീയ യെരൂശലേമിലെ അന്തേവാസികളായി ജീവിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ മണവാട്ടികളായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആത്മീയ കൃപകളാലും നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ യൂട്യൂബിൽ കൂടി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. ഓരോ ദൈവ പൈതലിൻ്റെയും അഥവാ ദൈവസഭയുടെയും ഒക്കെയും പ്രത്യാശയാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ ചെന്ന് പാർക്കണം. നിത്യതയിലെത്തുമ്പോൾ ദൈവത്തോടൊപ്പം വസിക്കണം. ആ ആഗ്രഹമാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത്. എഫേസ്യർ 2:10 പറയുന്നുണ്ട്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുവാനല്ല, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്.
നന്മയും ദൈവപ്രസാദവുമുള്ള പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അറിയാം, മറുരൂപ മലയിൽ മോശയും ഏലിയാവും കർത്താവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ കരുതി, ഇവിടെയാണ് നല്ല സന്തോഷം, ഇത് നല്ല തേജസ്സുള്ള സ്ഥലമാണ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്, അപ്പോൾ ഇവിടെ പാർക്കാമെന്ന്. അവർ തിരിച്ചറിഞ്ഞില്ല അവരുടെ സമയമായില്ല എന്നുള്ളത്. അപ്പോൾ ഈ കൂടാരത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, എപ്പോഴും ദൈവ സാന്നിധ്യമുണ്ട്. അവിടെ കണ്ണുനീരില്ല, മുറവിളിയില്ല, കഷ്ടപ്പാടില്ല. ദൈവം കൂടെയുള്ളപ്പോൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? ദൈവ സാന്നിധ്യം വളരെയധികമുള്ള സ്ഥലമാണ് ആ ദൈവത്തിൻ്റെ കൂടാരം. ഏദനിൽ പാപം ചെയ്ത് ഏദനിൽ നിന്ന് അവരെ പുറത്താക്കി. കാരണം പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവസാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. അതിൽ നിന്ന് നമ്മെ വീണ്ടും വീണ്ടെടുത്തത് വീണ്ടും പാപത്തിലേക്ക് അടിമപ്പെട്ട് ജീവിക്കുവാനല്ല, എന്നാലോ ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിച്ച് ഈ കൂടാരത്തിൽ പാർക്കുവാനുള്ള ആ വിശ്വസ്തത നേടുക എന്നുള്ളതാണ്. രണ്ടാമത്, ആ കൂടാരത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് വിശുദ്ധമാണ്. അല്ലേ, ഒരശുദ്ധനും അതിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. അവിടെ പറയുന്നുണ്ട്, റെവലേഷൻ 22:15 പറയുന്നുണ്ട്, നായ്ക്കൾ എന്ന് പറയുമ്പോൾ ചെയ്ത പാപത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു, നായ ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും പോകുമെന്ന് പറയുന്ന പോലെ ചെയ്ത പാപം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നായ്ക്കളോ അല്ലെങ്കിൽ ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, അത് പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊന്നും ഈ കൂടാരത്തിലേക്ക് അവർക്ക് പ്രവേശനമില്ല. കാരണം അത് അതിവിശുദ്ധമാണ്. വിശുദ്ധിയുള്ളിടത്ത് ദൈവം വസിക്കുന്നു, വിശുദ്ധിയുള്ളവർക്ക് അശുദ്ധന് പ്രവേശനമില്ല. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ സ്വർഗീയ ഊർശ്ലേമിലേക്ക് നമുക്ക് കടന്നു പറ്റുവാൻ നാം ഒരുക്കത്തോടെയാണോ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുക. സ്വർഗീയ ഊർശ്ലേം എന്നാൽ നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. നമുക്കറിയാം, ഒരു താജ്മഹൽ കണ്ടാൽ നാം അന്തിച്ചു നിന്ന് പോകും, അതിൻ്റെ മനോഹാരിത്വം നമ്മളെ കീഴടക്കും. എന്നാൽ ഈ സ്വർഗീയ ഊർശ്ലേമിൻ്റെ ആ ഒരു ഭാവന പോലും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അത്രമാത്രം വിശേഷതയുള്ളതാണ് അതിൻ്റെ ഓരോ പണികളും. അതിനകത്തെ ഓരോ നഗരത്തിൻ്റെ ആ പ്രത്യേകത അവിടെയൊക്കെയും വായിക്കുവാൻ സാധിക്കും. 21-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. അത് 12 അടിസ്ഥാനങ്ങൾ ഇട്ടാണ് അതിൻ്റെ മതിലുകൾ പോലും പണിതിരിക്കുന്നത്. ആ 12 അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വിലയേറിയ ഓരോ രത്നങ്ങൾ, ആ ഓരോ രത്നങ്ങളുടെ പേര് സഹിതം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ രത്നം, ലൈക്ക് സൂര്യകാന്തി, നീലരത്നം, മാണിക്യം, മരതകം എന്ന് തുടങ്ങി 12 രത്നങ്ങൾ കൊണ്ടാണ് 12 അടിസ്ഥാനങ്ങൾ പോലും ഇട്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് ആരെങ്കിലും കുറച്ച് ഫ്ലാറ്റ് പണിതോ അല്ലെങ്കിൽ ഒരു വീടുകൾ പണിതിട്ടിട്ട് പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഫ്രീ ആയിട്ട് താമസിച്ചോളാൻ പറഞ്ഞാൽ നാം എന്താ ചെയ്യുന്നത്? ഏറ്റവും മഹത്വമേറിയ ഒരെണ്ണം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കും. അവിടെ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും ജീവിക്കുവാൻ പറ്റുമോ? ഒന്ന് നോക്കുമ്പം അത് തൃപ്തിയായാൽ പോലും അത് പോരാ, അടുത്തതിലേക്ക് നോക്കും, അടുത്ത വീടും പോയി പരിശോധിക്കും, അവിടെയെല്ലാം എന്തൊക്കെയുണ്ട്, എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ആദ്യത്തെ വീട് തന്നെ നോക്കും. പക്ഷേ ആ ആദ്യം കണ്ടതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ സ്വർഗീയ ഊർശ്ലേം, അവിടെയുള്ള ഒരു വാസം, അതിനുവേണ്ടി നാം എത്രമാത്രം കാക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് ലഭിച്ചാൽ ആ ഭാഗ്യാവസ്ഥയിൽ കഴിഞ്ഞ് നമുക്കൊന്നും ലഭിക്കുവാനില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. നമുക്കറിയാം, യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. അത് ഒരുക്കിയതിന് ശേഷം വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊള്ളും. അപ്പോൾ ചേർത്തുകൊള്ളുവാൻ, കർത്താവിനോടൊപ്പം പോകുവാൻ ഒരുക്കത്തോടെ ഇരിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. കൊരിന്ത്യർ പറയുന്ന പോലെ കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, 2 കൊരിന്ത്യർ 5:1 കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ആ ഒരു വിശ്വാസമാണ് നമുക്ക്. അപ്പോൾ ആ കെട്ടിടം, ആ ഭവനം, അതാണ് നമുക്ക് നേടേണ്ടത്. അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. അതാണ് ഫിലിപ്പിയൻസ് 3:20 പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, ഈ ലോകത്തിലുള്ള പൗരത്വത്തിനല്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ ഓരോ രാജ്യത്തിനും പൗരത്വം കിട്ടുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു ഓരോ ആൾക്കാരും. അതിനുവേണ്ടി എന്തുമാത്രം പ്രയത്നിക്കുന്നുണ്ട്. വെറുതെ നിസ്സാരമായി കണ്ട് അല്ലെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഒന്നും അതായില്ല. ആ പൗരത്വം ലഭിക്കുവാൻ വേണ്ടി അനേക കടമ്പകൾ കടക്കേണ്ടതുണ്ട്.
അതിൻ്റെ ആ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന റൂൾസും റെഗുലേഷൻസും എല്ലാം അതൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ചട്ടങ്ങളും എല്ലാം മനസ്സിലാക്കി അതെല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ അവിടുത്തെ പൗരത്വം കിട്ടിയുള്ളൂ. ആ പൗരത്വം ലഭിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധമാണ്. അത് ഈ ലോകത്തിലെ പൗരത്വം, അല്ലെ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ പൗരത്വം, അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് സ്വർഗത്തിലെ പൗരത്വമാണ്. അപ്പോൾ സ്വർഗത്തിലെ പൗരത്വം കിട്ടുവാനും നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. അതിനുവേണ്ടിയും വളരെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. നാം ഉദ്ദേശിക്കുന്ന പോലെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ അല്ലെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ ഒന്നും ഈ പൗരത്വം നമുക്ക് ലഭിക്കുകയില്ല. നാമും അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചിന്തകളും അല്ലെ ഓരോ സമയത്തും നാം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ ശോധന ചെയ്ത് നമ്മെ തന്നെ ഒരു രൂപാന്തരപ്പെടുത്തി ജീവിച്ചെങ്കിൽ മാത്രമേ ആ പൗരത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. സാംസ് 14:53 പറയുന്നുണ്ടല്ലോ, ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ. അപ്പോൾ ബുദ്ധിമാനില്ല, ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവസാനമാകുമ്പോൾ ഭക്തന്മാർ പോലും തങ്ങളുടെ ഭക്തിയെ ത്യജിച്ച് കളയെന്ന് പറയുന്ന ആ അവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് കാണുന്നതും. നാം വളരെ നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. എന്നാൽ അതിനുശേഷം വീണ്ടും നായ്ക്കളെ പോലെ പഴയ പടിയിലേക്ക് തിരിഞ്ഞു പോകാനല്ല ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലെ അവകാശികളായി, ആ സ്വർഗീയ യെരൂശലേമിലെ അവകാശികളായി തീരുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായ കുറച്ച് ക്വാളിറ്റീസ് വേണം. നമുക്ക് ചില പ്രത്യേകതകളുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെന്ന് പറ്റുവാൻ കഴിയുകയുള്ളൂ. നാം സാംസ് 15 അധ്യായത്തിൽ നാം വായിക്കുന്നതെന്തോ, യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? അവിടെ പറയുന്ന ഒരു 11 പ്രത്യേകതകളുണ്ട്. നമുക്കതിൽ കൂടി ഒന്ന് പോകാം. ഒന്നാമത്തെ പ്രത്യേകതയാണ് നിഷ്കളങ്കത, അതായത് ഹൃദയത്തിൻ്റെ നൈർമല്യത. ഇത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞ എന്തുവാ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യ അവകാശം ലഭിക്കുകയില്ല. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് അവകാശമില്ല. കാര്യം കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത്വം, അതെ, നിഷ്കളങ്കത്വമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. നേരിലുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തുന്നു. അങ്ങനെയെങ്കിൽ നാം എത്ര നിഷ്കളങ്കരായിട്ട് ജീവിക്കണം. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അനുസരണം തന്നെയുമല്ല, അവർക്കൊരു പ്രത്യേകത കൂടി ഉള്ളത്, അവർ എപ്പോഴും ദൈവത്തിൽ മാതാപിതാക്കളിൽ ആശ്രയിക്കും. ആ മാതാപിതാക്കൾ പറയുന്നതേ അവർ കേൾക്കുകയുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം, അവരെപ്പോഴും ഒരു സപ്പോർട്ട് വേണം. അവർക്ക് അമ്മയപ്പന് ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും നാം ദൈവസാന്നിധ്യം കൊതിക്കുന്നവരായിരിക്കണം. നിഷ്കളങ്കതയോടെ നടന്നെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ആ നിഷ്കളങ്കത്വമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. രണ്ടാമത്തെ പ്രത്യേകത, നീതി പ്രവർത്തിക്കണം. സാംസ് 11:7 പറയുന്നു, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, അല്ലേ? അപ്പോൾ ഒരു നീതിമാൻ, ഒരു വിശുദ്ധൻ വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, നീതിമാൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നീതി പ്രവർത്തിക്കാത്ത ആളിനെ എങ്ങനെ ഇഷ്ടപ്പെടും? അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട് 21:3 ഇപ്രകാരം പറയുന്നു, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. അതുപോലെ നീതിമാൻ പന പോലെ തഴയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ കടമയാണ് നാം നീതി പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ആ നീതി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുക. നീതിയോടുകൂടി ഒരു ജീവിതം. മൂന്നാമത്തെ പ്രത്യേകത, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക. പ്രൊവേർബ്സ് 12:19 പറയുന്നു, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും. ഏത് സാഹചര്യത്തിലും സത്യം പറയുക. കള്ളം പറയുന്ന ഒരു പതിവായിട്ട് ചിലർ പറയും, ചെറിയ കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു കള്ളം പറഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ പുറമെ 10 കള്ളം പറഞ്ഞെങ്കിലേ അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്തിനാണ് നാം കള്ളം പറയുന്നത്? ആവശ്യമില്ലാതെ കള്ളം പറയരുത്. ആവശ്യമുള്ളപ്പോൾ എന്നല്ല, ഒട്ടും കള്ളം പറയരുത്. അപ്പോൾ എപ്പോഴും നാം സത്യം പറയുന്നവരായിരിക്കും. എങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരായിരിക്കണം. നാലാമത്, നാവ് കൊണ്ട് കുരള പറയാതെ ഇരിക്കണം. നാവ് കൊണ്ട് ഒരു കാരണം നമ്മൾ പറയത്തില്ലേ, ഒരാളോട് ഒരു കറക്ഷൻ പറഞ്ഞാൽ അവരെ നേരിട്ട് അവരോട് സംസാരിക്കുക. അതിന് പകരം ബാക്ക് ബൈറ്റിംഗ് എന്ന് പറയത്തില്ലേ, അതായത് അവരുടെ പുറകിൽ നിന്ന് പറയുകയും അവരെക്കുറിച്ച് വേണ്ടാത്ത ഗോസിപ്പ് പറയുകയും ചെയ്യുന്നത് അത് തെറ്റാണ്. അതുകൊണ്ട് നാം അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. കാരണം സാംസ് 139:1 എന്താ നാം വായിക്കുന്നത്?
ദൈവം നമ്മുടെ ഹൃദയത്തെയും അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവരാണ്. നാം പുറമേ പറഞ്ഞില്ലെങ്കിൽ പോലും ഹൃദയത്തിലെ ചിന്തനങ്ങളെ വിവേചിച്ചറിയുന്ന ദൈവം അതുപോലും അറിയുന്നവനാണ്. അപ്പോൾ നാം എത്ര മറ്റുള്ളവരുടെ മുൻപാകെ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ പോലും നിരൂപണങ്ങളെ മനസ്സിലാക്കുന്നവൻ്റെ മുന്നിലാണ് നാം ജീവിക്കുന്നത്. എപ്പോഴും നാം അവൻ്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത് എന്നൊരു ബോധമുണ്ടെങ്കിൽ നാം കഴിയുന്നതും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. നമ്മുടെ ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാണെന്നാണ് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് സമാധാനം പകരുന്നതാണ്, സന്തോഷം ഉളവാക്കുന്നതാണ്, അവരെ തളർത്താതെ അവരെ വളർത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം പറയുവാൻ. നാം കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അങ്ങനെ വെറുതെ പറഞ്ഞ് പുലമ്പിക്കൊണ്ട് നടക്കുവാൻ പാടില്ല. 5-ാമത്തെ കാര്യം, കൂട്ടുകാരനോട് ദോഷം ചെയ്യരുത്. കൂട്ടുകാരൻ ആരാണെന്നൊക്കെ നമുക്കറിയാം. നമ്മളെ ശമറിയക്കാരൻ്റെ കഥയിൽ കൂടി നമുക്ക് നല്ലതായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ആരാണ് ശരിയായ കൂട്ടുകാരൻ, അല്ലേ? ആ കൂട്ടുകാരനെ പോലെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ ജീവിക്കുക. സെക്കരിയ പ്രവചനത്തിൽ പറയുന്നു 8:17 ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. ഇതൊക്കെ യഹോവ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മുൻപാകെയാണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരനോട് പോലും ദോഷം ചെയ്യാതെ അവർക്കെതിരെ എഗൻസ്റ്റായിട്ട് ഒന്നും പറയാതെ ജീവിക്കുന്നവരായിരിക്കണം. റോമൻസ് 12:17 പറയുന്നു: ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. ഇനിയും 6-ാമത്തെ പ്രത്യേകത, കൂട്ടുകാരന് അപമാനം വരുത്തരുത്. നമുക്കറിയാം, ഇന്ന് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ട ഉടനെ അത് ഫോർവേഡ് ചെയ്യുന്ന നമ്മുടെ ഒരു പതിവാണ്. അത് ശരിയാണോ, അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമോ, അല്ലെ ആ മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുമോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ കൂട്ടുകാരൻ പറയുമ്പോൾ ആരൊക്കെ നാം സ്നേഹിക്കുന്നവർ മാത്രമല്ല, നാം അറിയുന്ന നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള സഹോദരവർഗം, അതായത് മനുഷ്യമായ രീതിയിൽ നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ, അല്ലാതെ നമ്മൾ സ്നേഹിക്കാത്തവരെ, നമ്മളോടൊപ്പം വസിക്കുന്നവർ, അല്ലെ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരെ, ഇങ്ങനെ ആരുമാകാം, അവർക്ക് എഗൻസ്റ്റായിട്ട് നാം ഒരു കാര്യവും പറയുവാൻ പാടില്ല. അവർക്ക് അപമാനം വരുത്തുന്ന രീതിയിൽ, അവരുടെ ജീവിതത്തിനെ കരുതയിക്കുന്ന രീതിയിൽ ഒന്നും നാം പറയുവാൻ പാടില്ല. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ അത് നേരിട്ട് പറഞ്ഞ് അവരെ തിരുത്തുവാൻ ശ്രമിക്കണം. അല്ല എങ്കിൽ വിട്ടേക്കുക. നമുക്ക് അവർക്ക് വേണ്ടി കാര്യങ്ങൾ, അല്ലെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു അതിന് ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അതിന് കോടതിയോ പോലീസോ അത് ആരാന്ന് ചെയ്തോളും. നമുക്കത് ബുദ്ധിമുട്ടായി, നമുക്കത് വേദന ഉളവാക്കുന്നതാണെങ്കിൽ നാം ഏറ്റവും വലിയ കോടതിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അത് സമർപ്പിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അല്ലാതെ പകരത്തിന് പകരം ചെയ്ത് അവനെ അപമാനിക്കുവാനോ, എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അത് കാരണം ഞാൻ ഇനി അത് സഹിക്കില്ല, അത് കാരണം അവനും അതുപോലെ അനുഭവിക്കണം എന്ന് ആ ഒരു നിരൂപണം പോലും ശരിയല്ല. ഒരിക്കലും കൂട്ടുകാരനെ അപമാനിക്കില്ല. 7-ാമതായി പറയുന്നു, വഷളനെ നിന്ദ്യനായി എണ്ണുക. ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുക കഴിയുമെങ്കിൽ. അല്ലാതെ അവൻ തെറ്റ് ചെയ്തിട്ടും അവനോടൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ടും അവനെ സപ്പോർട്ട് ചെയ്ത് നടക്കരുത്. ഒരിക്കലും ആ പാപത്തിന് നാമും അടിമപ്പെടുവാൻ സംഗതിയാക്കരുത്. ഒരു തെറ്റായ രീതിയിൽ അവൻ ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും അവൻ്റെ ജീവിതം മലിനപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കിയിട്ട് അത് ചൂണ്ടിക്കാണിക്കുകയോ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് നല്ല കാര്യമാണ്. എന്നാൽ ദൈവഹിതമില്ലാത്ത ഏത് പ്രവൃത്തിയും വഷളത്വമാണ്. അപ്പോൾ അങ്ങനത്തെ ഏത് പ്രവൃത്തി ചെയ്യുന്നവനെയും വഷളനാണ് നാം എണ്ണണം. അവരെ വീണ്ടും അവർക്ക് കൂട്ടുനിന്ന് അവർ വീണ്ടും ദുഷ്പ്രവൃത്തിയിലേക്ക് ചായുവാൻ സംഗതി ആക്കരുത്. സങ്കീർത്തനം 26:5 ഇപ്രകാരം പറയുന്നു: ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. അതുകൊണ്ടാണ് നാം സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ ഒന്നിൽ വായിക്കുന്നുണ്ടല്ലോ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന്. അപ്പോൾ ഓരോ സമയവും നാം കണ്ട് നാം അവരോടൊപ്പം ചിലവഴിക്കുന്ന സമയം അത് നമുക്കോ അവർക്കോ അപമാനം വരുത്തുന്ന രീതിയിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിന്ദ്യനായി തന്നെ എണ്ണണം, അവരെ മാറ്റി നിർത്തണം. നാം ഉപദേശിക്കാം, അവർ തിരിച്ചു വരുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷെങ്കിൽ വീണ്ടും അവരെ അതിന് കൂട്ടുനിന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ അവരതോർക്കും, നല്ല കാര്യം, കുഴപ്പമില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോയാലേ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് അവരെ വഷളനെ നിന്ദ്യനായി തന്നെ എണ്ണണം. 8-ാമത് പറയുന്നു, യഹോവ ഭക്തനെ ബഹുമാനിക്കുക. ദൈവപ്രവൃത്തി ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ നാം ഒരിക്കലും അപമാനിക്കരുത്. അവരുടെ ഉപദേശത്തെ നാം അനുസരിക്കാതെയും അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുവാനും ഒന്നും നമ്മൾ ശ്രമിക്കരുത്.
അവർ പറയുന്നത് നല്ല കാര്യങ്ങളെ നാം എടുക്കുക. അവരെ ബഹുമാനിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. കാര്യം ഒരു പക്ഷേ അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാകാം. ദൈവം പറഞ്ഞിട്ട് ദൈവനിശ്ചയപ്രകാരം അവർ ജീവിക്കുന്നവരാണ്. അവരുടെ പ്രവൃത്തി അവരെ ദൈവത്തിങ്കിലേക്ക് നമ്മെ കൂടെ അടുപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും അവരെ ഒരു നല്ലവനെന്ന് എണ്ണുവാനോ അല്ലെ അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനോ ഒന്നും നാം ശ്രമിക്കാറില്ല. അവരെ ബഹുമാനിക്കുക, അപമാനിക്കുവാൻ ഒരിക്കലും ഇടയാക്കരുത്. ഏത് ദൈവവശം നമുക്ക് എലീശ ഇടക്കാര് 2 രാജാക്കന്മാർ 4:9 നാം വായിക്കുന്നുണ്ടല്ലോ. ശൂന്യംകാരത്തി സ്ത്രീ, അവൾക്ക് മനസ്സിലായി ഇതിൽ വഴിയായി നടന്നു പോകുന്നത് ഒരു ദൈവപുരുഷനാണെന്ന്. അദ്ദേഹത്തെ ബഹുമാനിക്കുവാൻ വേണ്ടി എന്താണ്, ഒരു വിശ്രമ കേന്ദ്രം, ഒരു മാളികമുറി മുകളിൽ പണിത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് വിശ്രമിക്കുവാൻ ഒരിടം ഉണ്ടാക്കി കൊടുത്തു. അതെ, അവരെ ബഹുമാനിക്കണം. ദൈവപുരുഷന്മാരെ, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. 9 പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അതായത് ചില കാര്യങ്ങൾ നാം പറയും, ഓക്കെ അത് ഏറ്റെടുക്കും, ചെയ്യാം, അല്ലെങ്കിൽ അത് ഓക്കെയാണ്, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ വാക്ക് കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നാം അത് വീണ്ടും ഒന്ന് ചിന്തിക്കും. പശു അയവിറക്കുന്ന പോലെ, അയ്യോ അത് വേണ്ടായിരുന്നു, എന്തിനാണ് ഞാനത് ഏറ്റത്, എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അതിൽ നിന്ന് ഞാൻ മാറേണ്ടതായിരുന്നു എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും സത്യം ചെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ട്, നേരിടാതിരിക്കുന്ന പാവമല്ല, എന്നാൽ നേരുകയും നിവർത്തിക്കുകയും ചെയ്യാനാണ് പറയുന്നത്. ഒരു കാര്യം സത്യം ചെയ്തു എന്നാൽ അത് സത്യത്തിനെതിരായിട്ട് അത് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിൽ നിന്ന് മാറില്ല. സത്യം പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറാൻ പാടില്ല. അതിൻ്റെ കഷ്ടനഷ്ടങ്ങളൊക്കെയും നാം ഓർത്തിട്ട് അതിൽ നിന്നും വ്യതിചലിക്കുവാൻ ഒരിക്കലും ഇടയാകില്ല. അതുകൊണ്ടാണ് 1 പത്രോസ് 4:14 പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. കാരണം ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. അപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നാം ചെയ്തത് ഓക്കെ സത്യം ശരിയാണ്, ആ സത്യത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. 10 പറയുന്നു, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. നമുക്ക് ഉള്ളതുകൊണ്ട് നാം തൃപ്തരാകുവാൻ ശ്രമിക്കണം. അമിത ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയൊക്കെ ചെയ്താൽ ഒടുവിൽ അതൊരു പക്ഷേ നഷ്ടമായിട്ട് മാറത്തേ ഉള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾ, ദ്രവ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ പണം മാത്രമല്ല, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമയം, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അതൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ കൊടുക്കണം. എന്നാൽ അത് കൊടുക്കുന്നത് ശരി, പക്ഷേ പ്രതിഫലേച്ഛ കൂടാതെ വേണം ചെയ്യുവാൻ. നമ്മൾക്ക് ഒരാൾ സഹായം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടോ അല്ലെ അത് പ്രതീക്ഷിച്ചുകൊണ്ടോ ആളിനെ സഹായിക്കാൻ പോയിട്ട് അത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. മറ്റുള്ളവർക്ക്, ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് അവരെ സഹായിക്കുകയും അവർക്ക് പ്രതിഫലേച്ഛ കൂടാതെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കണം. നമ്മൾ ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കുന്ന കാര്യം ദൈവവും നമുക്ക് കടക്കാരനല്ല. അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് കടപ്പെട്ടിരിക്കാൻ പാടില്ല. സകലവും ദൈവനാമഹത്വത്തിനായിട്ട് വേണം ചെയ്യുവാൻ. എളിയവനെ ആദരിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. 11 പറയുന്നു, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതിരിക്കുക. കൈക്കൂലി വാങ്ങിയതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണല്ലോ യൂദായുടെ അനുഭവം. കുറ്റമില്ലാത്തവന് വിരോധമായിട്ട് കൈക്കൂലി വാങ്ങിയത്. ഇന്നും കാണുന്നു അതൊക്കെയല്ലേ. ഒരുവനെ തെറ്റിലേക്ക്, അവൻ കുറ്റം ചെയ്തവനല്ലെങ്കിൽ പോലും അവനെ ശിക്ഷിക്കുവാൻ വേണ്ടി കള്ളസാക്ഷികളെ നിർത്തുകയും ആ കള്ളസാക്ഷികൾക്കൊക്കെയും പണം കൊടുത്ത് അവരെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതെല്ലാം തെറ്റാണ്. കോടതിയിലൊക്കെയും നടക്കുന്നത് അതാണ്. അതുമല്ല, നാം തന്നെ സ്വന്തം സഹോദരനെതിരായിട്ട് പോലും നാം ഓരോന്ന് ചെയ്തിട്ട് അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി നാം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അതിനുവേണ്ടി നാം എന്തും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെയും തെറ്റായ നടപടികളാണ്. കുറ്റമില്ലാത്തവനോട്ട് വിരോധമായിട്ട് കൈക്കൂലി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതെല്ലാം. അതുകൊണ്ട് നമ്മൾ ചിലയിടത്തൊക്കെ എഴുതി വെക്കത്തല്ലേ, കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ശിക്ഷാർഹമാണ്. നമ്മുടെ ജോലി, നാം ചെയ്യുന്ന ജോലിക്ക് അതിനുള്ള പ്രതിഫലം, നമുക്ക് ശമ്പളം അഥവാ അതിനുള്ള പ്രതിഫലം കിട്ടുന്നുവെന്ന് നോക്കുക. മറ്റ് യാതൊരു കാരണം കൊണ്ടും അതിനുവേണ്ടി നാം വാങ്ങിച്ചാൽ, ഇവൻ കൊടുത്താലും അത് കുറ്റമാണ്, അത് ശരിയല്ല. അതെല്ലാം പലിശ വാങ്ങിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും കുറ്റമില്ലാത്തവനോട്ട് വിരോധമായിട്ട് കൈക്കൂലി വാങ്ങരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായി ജീവിക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ വളരണമെങ്കിൽ ഈ പ്രത്യേകതകളെല്ലാം നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ നാം വെറുതെ വിശ്വസിക്കുന്നു, അല്ലെ അത് പറഞ്ഞു, അങ്ങനെ ഞാൻ ജീവിച്ചിട്ടില്ല എന്നൊക്കെ മറ്റുള്ളവർ കാണുക പറയുകയും ഒക്കെ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവനാമത്തെ മഹത്വത്തിനെ
വളരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നാം ചെയ്യേണ്ടത്. നാം നമ്മെ തന്നെ ഒന്ന് ശോധനിക്കുക. നാം എപ്പോഴും നമ്മെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്തത് ശരിയാണോ, എന്നിൽ ഈ പ്രത്യേകതകളുണ്ടോ എന്നൊക്കെയും ഈ സാംസ് വായിക്കുമ്പോൾ 15-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നാം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. അതിൽ കൂടി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒക്കെയും നാം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൂടാരത്തിൽ അവനോടൊപ്പം വസിക്കുവാൻ കഴിയുകയുള്ളൂ. ആ കൂടാരത്തിൽ ചെന്ന് പാർക്കുവാനുള്ള ആ യോഗ്യത നമുക്ക് ലഭിക്കുവാൻ നാം ഈ പ്രവൃത്തികളൊക്കെയും അനുഷ്ഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സ്വർണ്ണ തെരുവീതിയിൽ അതികുതുകാൽ നമുക്ക് വസിക്കുവാൻ കഴിയുള്ളൂ. നാം ആഗ്രഹിക്കും, നമ്മൾ പാട്ട് പാടാറുണ്ട്, ഇതൊക്കെയും നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അതനുസരിച്ച് ജീവിക്കുവാൻ കൂടി നാം ശ്രമിക്കണം. അല്ലാതെ ക്രിസ്തുയേശുവിൽ വിശ്വാസം അർപ്പിച്ചു, അതെ ഓക്കെ എനിക്ക് വിശ്വാസമുണ്ട്, കർത്താവിൻ്റെ വഴിയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കരുത്. എന്നാൽ തികച്ചും നിഷ്കളങ്കമായി തടന്ന് ഈ പ്രവൃത്തികളൊക്കെയും അനുഷ്ഠിച്ച് ഈ പ്രാക്ടീസ് ചെയ്യേണ്ട എല്ലാ ക്വാളിറ്റീസും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് ദൈവത്തിൽ നിന്നുള്ള ആ പൗരത്വം, ആ സ്വർഗത്തിലെ പൗരത്വത്തിന് അവകാശികൾ ആകാനാണ് നാം ശ്രമിക്കേണ്ടത്. ആ സ്വർഗീയ ഊശ്ലേമിൽ ആ കർത്താവിനോടൊപ്പം വസിക്കുന്ന ആ രാജ്യത്തിൽ എത്ര ആനന്ദകരമായ ഒരവസ്ഥയാണ്. അവിടെ ഒന്നിനെക്കുറിച്ചും നമുക്ക് വ്യാകുലപ്പെടേണ്ടതില്ല. അവിടെ വിശുദ്ധിയോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് സന്തോഷമുള്ള ആ പ്രവൃത്തിയാണ് ആരാധന. ആ ആരാധനയിൽ പങ്കുചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള ഒരു അവസരമാണ്. അത് നഷ്ടപ്പെടുവാൻ നാം അനുവദിക്കരുത്. അത് കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരെയും ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിൽ മരിച്ചവരെ ആദ്യം ചേർക്കും, പിന്നെ ജീവനോടിരിക്കുന്ന നമ്മയും. അപ്പോൾ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മയും ചേർത്തുകൊള്ളുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം കർത്താവിനോടൊപ്പം വസിക്കുക എന്നതാണ്. ആ വാസസ്ഥലത്തേക്ക് പോകുവാൻ, ആ സ്വർഗീയ യെരൂശലേമിലെ അന്തേവാസികളെ ജീവിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ മണവാട്ടികളെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആത്മീയ കൃപകളാലും നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ യൂട്യൂബിൽ കൂടി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ്. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. ഓരോ ദൈവ പൈതലിൻ്റെയും അഥവാ ദൈവസഭയുടെയും ഒക്കെയും പ്രത്യാശയാണ് ദൈവത്തിൻ്റെ കൂടാരത്തിൽ ചെന്ന് പാർക്കണം. നിത്യതയിലെത്തുമ്പോൾ ദൈവത്തോടൊപ്പം വസിക്കണം. ആ ആഗ്രഹമാണ് ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത്. എഫേസ്യർ 2:10 പറയുന്നുണ്ട്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുവാനല്ല, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നന്മയും ദൈവപ്രസാദവുമുള്ള പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അറിയാം, മറുരൂപ മലയിൽ മോശയും ഏലിയാവും കർത്താവിനോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ കരുതി, ഇവിടെയാണ് നല്ല സന്തോഷം, ഇത് നല്ല തേജസ്സുള്ള സ്ഥലമാണ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്, അപ്പോൾ ഇവിടെ പാർക്കാമെന്ന്. അവർ തിരിച്ചറിഞ്ഞില്ല അവരുടെ സമയമായില്ല എന്നുള്ളത്. അപ്പോൾ ഈ കൂടാരത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, എപ്പോഴും ദൈവസാന്നിധ്യമുണ്ട്. അവിടെ കണ്ണുനീരില്ല, മുറവിളിയില്ല, കഷ്ടപ്പാടില്ല. ദൈവം കൂടെയുള്ളപ്പോൾ നമുക്കെന്താണ് ബുദ്ധിമുട്ട്? ദൈവ സാന്നിധ്യം വളരെയധികമുള്ള സ്ഥലമാണ് ആ ദൈവത്തിൻ്റെ കൂടാരം. ഏദനിൽ പാപം ചെയ്ത് ഏദനിൽ നിന്ന് അവരെ പുറത്താക്കി. കാരണം പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവസാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. അതിൽ നിന്ന് നമ്മെ വീണ്ടും വീണ്ടെടുത്തത് വീണ്ടും പാപത്തിലേക്ക് അടിമപ്പെട്ട് ജീവിക്കുവാനല്ല, എന്നാലോ ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിച്ച് ഈ കൂടാരത്തിൽ പാർക്കുവാനുള്ള ആ വിശ്വസ്തത നേടുക എന്നുള്ളതാണ്. രണ്ടാമത്, ആ കൂടാരത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് വിശുദ്ധമാണ്. അല്ലേ, ഒരശുദ്ധനും അതിൽ പ്രവേശിക്കുവാനും സാധിക്കുകയില്ല. അവിടെ പറയുന്നുണ്ട്, റെവലേഷൻ 22:15 പറയുന്നുണ്ട്,
നായ്ക്കൾ എന്ന് പറയുമ്പോൾ ചെയ്ത പാപത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു, നായ ഛർദ്ദിച്ചതിലേക്ക് വീണ്ടും പോകുമെന്ന് പറയുന്ന പോലെ ചെയ്ത പാപം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നവർ. നായ്ക്കളോ അല്ലെങ്കിൽ ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവർ, അത് പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊന്നും ഈ കൂടാരത്തിലേക്ക് അവർക്ക് പ്രവേശനമില്ല. കാരണം അത് അതിവിശുദ്ധമാണ്. വിശുദ്ധിയുള്ളിടത്ത് ദൈവം വസിക്കുന്നു, വിശുദ്ധിയുള്ളവർക്ക് അശുദ്ധിന് പ്രവേശനമില്ല. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ സ്വർഗീയ ഊർശ്ലേമിലേക്ക് നമുക്ക് കടന്നു പറ്റുവാൻ നാം ഒരുക്കത്തോടെയാണോ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ. സ്വർഗീയ ഊർശ്ലേം എന്നാൽ നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. നമുക്കറിയാം, ഒരു താജ്മഹൽ കണ്ടാൽ നാം അന്തിച്ചു നിന്ന് പോകും, അതിൻ്റെ മനോഹാരിത്വം നമ്മളെ കീഴടക്കും. എന്നാൽ ഈ സ്വർഗീയ ഊർശ്ലേമിൻ്റെ ആ ഒരു ഭാവന പോലും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല. അത്രമാത്രം വിശേഷതയുള്ളതാണ് അതിൻ്റെ ഓരോ പണികളും. അതിനകത്തെ ഓരോ നഗരത്തിൻ്റെ ആ പ്രത്യേകത അവിടെയൊക്കെയും വായിക്കുവാൻ സാധിക്കും. 21-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. അത് 12 അടിസ്ഥാനങ്ങൾ ഇട്ടാണ് അതിൻ്റെ മതിലുകൾ പോലും പണിതിരിക്കുന്നത്. ആ 12 അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് വിലയേറിയ ഓരോ രത്നങ്ങൾ, ആ ഓരോ രത്നങ്ങളുടെ പേര് സഹിതം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ രത്നം, ലൈക്ക് സൂര്യകാന്തി, നീലരത്നം, മാണിക്യം, മരതകം എന്ന് തുടങ്ങി 12 രത്നങ്ങൾ കൊണ്ടാണ് 12 അടിസ്ഥാനങ്ങൾ പോലും ഇട്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് ആരെങ്കിലും കുറച്ച് ഫ്ലാറ്റ് പണിതോ അല്ലെങ്കിൽ ഒരു വീടുകൾ പണിതിട്ടിട്ട് പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഫ്രീ ആയിട്ട് താമസിച്ചോളാൻ പറഞ്ഞാൽ നാം എന്താ ചെയ്യുന്നത്? ഏറ്റവും മഹത്വമേറിയ ഒരെണ്ണം അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കും. അവിടെ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും ജീവിക്കുവാൻ പറ്റുമോ? ഒന്ന് നോക്കുമ്പം അത് അത് തൃപ്തിയായാൽ പോലും അത് പോരാ, അടുത്തതിലേക്ക് നോക്കും, അടുത്ത വീടും പോയി പരിശോധിക്കും അവിടെയെല്ലാം എന്തൊക്കെയുണ്ട്, എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ആദ്യത്തെ വീട് തന്നെ നോക്കും. പക്ഷേ ആ ആദ്യം കണ്ടതുകൊണ്ട് നാം തൃപ്തരാകുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ആ സ്വർഗീയ ഊർശ്ലേം, അവിടെയുള്ള ഒരു വാസം, അതിനുവേണ്ടി നാം എത്രമാത്രം കാംക്ഷിക്കുന്നുണ്ട്. അത് നമുക്ക് ലഭിച്ചാൽ ആ ഭാഗ്യാവസ്ഥയിൽ കഴിഞ്ഞ് നമുക്കൊന്നും ലഭിക്കുവാനില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. നമുക്കറിയാം, യോഹന്നാൻ 14 അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. അത് ഒരുക്കിയതിന് ശേഷം വീണ്ടും വന്ന് നമ്മെ ചേർത്തുകൊള്ളും. അപ്പോൾ ചേർത്തുകൊള്ളുവാൻ, കർത്താവിനോടൊപ്പം പോകുവാൻ ഒരുക്കത്തോടെ ഇരിക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. കൊരിന്ത്യർ പറയുന്ന പോലെ കൊരിന്ത്യർ 5 അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, 2 കൊരിന്ത്യർ 5:1 കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ആ ഒരു വിശ്വാസമാണ് നമുക്ക്. അപ്പോൾ ആ കെട്ടിടം ആ ഭവനം അതാണ് നമുക്ക് നേടേണ്ടത്. അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. അതാണ് ഫിലിപ്പിയൻസ് 3:20 പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, ഈ ലോകത്തിലുള്ള പൗരത്വത്തിനല്ല. കാരണം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ ഓരോ രാജ്യത്തിനും പൗരത്വം കിട്ടുവാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു ഓരോ ആൾക്കാരും, അതിനുവേണ്ടി എന്തുമാത്രം പ്രയത്നിക്കുന്നുണ്ട്. വെറുതെ നിസ്സാരമായി കണ്ട് അല്ലെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഒന്നും അതായില്ല. ആ പൗരത്വം ലഭിക്കുവാൻ വേണ്ടി അനേക കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിൻ്റെ ആ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന റൂൾസും റെഗുലേഷൻസും എല്ലാം അതൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ചട്ടങ്ങളും എല്ലാം മനസ്സിലാക്കി അതെല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ അവിടുത്തെ പൗരത്വം കിട്ടിയുള്ളൂ. ആ പൗരത്വം ലഭിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധമാണ്. അത് ഈ ലോകത്തിലെ പൗരത്വം അല്ലെ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ പൗരത്വം അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് സ്വർഗത്തിലെ പൗരത്വമാണ്. അപ്പോൾ സ്വർഗത്തിലെ പൗരത്വം കിട്ടുവാനും നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല. അതിനുവേണ്ടിയും വളരെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. നാം ഉദ്ദേശിക്കുന്ന പോലെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ അല്ലെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ ഒന്നും ഈ പൗരത്വം നമുക്ക് ലഭിക്കുകയില്ല. നാമും അതിനുവേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചിന്തകളും അല്ലെ ഓരോ സമയത്തും നാം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ തന്നെ ശോധന ചെയ്ത് നമ്മെ തന്നെ ഒരു രൂപാന്തരപ്പെടുത്തി ജീവിച്ചെങ്കിൽ മാത്രമേ ആ പൗരത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ. സാംസ് 14:53 പറയുന്നുണ്ടല്ലോ, ദൈവം നോക്കിക്കൊണ്ടിരിക്കുക, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ. അപ്പോൾ ബുദ്ധിമാനില്ല, ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി അവസാനമാകുമ്പോൾ ഭക്തന്മാർ പോലും തങ്ങളുടെ ഭക്തിയെ ത്യജിച്ച് കളയെന്ന് പറയുന്ന ആ അവസ്ഥയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് കാണുന്നതും. നാം വളരെ നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. എന്നാൽ അതിനുശേഷം വീണ്ടും നായ്ക്കളെ പോലെ പഴയ പടിയിലേക്ക് തിരിഞ്ഞു പോകാനല്ല ദൈവം നമ്മെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലെ അവകാശികളായി, ആ സ്വർഗീയ യെരൂശലേമിലെ അവകാശികളായി തീരുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്.
ജീവിക്കുന്നത്. അതിനുവേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായ കുറച്ച് ക്വാളിറ്റീസ് വേണം. നമുക്ക് ചില പ്രത്യേകതകളുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെന്ന് പറ്റുവാൻ കഴിയുകയുള്ളൂ. നാം സാംസ് 15 അധ്യായത്തിൽ നാം വായിക്കുന്നതെന്തോ, യഹോവയുടെ കൂടാരത്തിൽ പാർക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? അവിടെ പറയുന്ന ഒരു 11 പ്രത്യേകതകളുണ്ട്. നമുക്കതിൽ കൂടി ഒന്ന് പോകാം. ഒന്നാമത്തെ പ്രത്യേകതയാണ് നിഷ്കളങ്കത, അതായത് ഹൃദയത്തിൻ്റെ നൈർമല്യത. ഇത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞ എന്തുവാ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യ അവകാശം ലഭിക്കുകയില്ല. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന് അവകാശമില്ല. കാര്യം കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത്വം, അതെ, നിഷ്കളങ്കത്വമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. നേരിലുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തുന്നു. അങ്ങനെയെങ്കിൽ നാം എത്ര നിഷ്കളങ്കരായിട്ട് ജീവിക്കണം. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അനുസരണം. തന്നെയുമല്ല, അവർക്കൊരു പ്രത്യേകത കൂടി ഉള്ളത്, അവർ എപ്പോഴും ദൈവത്തിൽ മാതാപിതാക്കളിൽ ആശ്രയിക്കും. ആ മാതാപിതാക്കൾ പറയുന്നതേ അവർ കേൾക്കുകയുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം, അവരെപ്പോഴും ഒരു സപ്പോർട്ട് വേണം. അവർക്ക് അമ്മയപ്പന് ആരാന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോ ചുവടുവയ്പ്പിലും നാം ദൈവസാന്നിധ്യം കൊതിക്കുന്നവരായിരിക്കണം. നിഷ്കളങ്കതയോടെ നടന്നെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ആ നിഷ്കളങ്കത്വമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. രണ്ടാമത്തെ പ്രത്യേകത, നീതി പ്രവർത്തിക്കണം. സാംസ് 11:7 പറയുന്നു, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, അല്ലേ? അപ്പോൾ ഒരു നീതിമാൻ, ഒരു വിശുദ്ധൻ വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, നീതിമാൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നീതി പ്രവർത്തിക്കാത്ത ആളിനെ എങ്ങനെ ഇഷ്ടപ്പെടും? അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട് 21:3 ഇപ്രകാരം പറയുന്നു, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. അതുപോലെ നീതിമാൻ പന പോലെ തഴയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ കടമയാണ് നാം നീതി പ്രവർത്തിക്കുക, മറ്റുള്ളവരെ ആ നീതി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുക. നീതിയോടുകൂടി ഒരു ജീവിതം. മൂന്നാമത്തെ പ്രത്യേകത, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക. പ്രൊവേർബ്സ് 12:19 പറയുന്നു, സത്യം പറയുന്ന ആദരം എന്നേക്കും നിലനിൽക്കും. ഏത് സാഹചര്യത്തിലും സത്യം പറയുക. കള്ളം പറയുന്ന ഒരു പതിവായിട്ട് ചിലർ പറയും, ചെറിയ കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു കള്ളം പറഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ പുറമെ 10 കള്ളം പറഞ്ഞെങ്കിലേ അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്തിനാണ് നാം കള്ളം പറയുന്നത്? ആവശ്യമില്ലാതെ കള്ളം പറയരുത്. ആവശ്യമുള്ളപ്പോൾ എന്നല്ല, ഒട്ടും കള്ളം പറയരുത്. അപ്പോൾ എപ്പോഴും നാം സത്യം പറയുന്നവരായിരിക്കും. എങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരായിരിക്കണം. നാലാമത്, നാവ് കൊണ്ട് കുരള പറയാതെ ഇരിക്കണം. നാവ് കൊണ്ട് ഒരു കാരണം നമ്മൾ പറയത്തില്ലേ, ഒരാളോട് ഒരു കറക്ഷൻ പറഞ്ഞാൽ അവരെ നേരിട്ട് അവരോട് സംസാരിക്കുക. അതിന് പകരം ബാക്ക് ബൈറ്റിംഗ് എന്ന് പറയത്തില്ലേ, അതായത് അവരുടെ പുറകിൽ നിന്ന് പറയുകയും അവരെക്കുറിച്ച് വേണ്ടാത്ത ഗോസിപ്പ് പറയുകയും ചെയ്യുന്നത് അത് തെറ്റാണ്. അതുകൊണ്ട് നാം അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. കാരണം സാംസ് 139:1 എന്താ നാം വായിക്കുന്നത്? ദൈവം നമ്മുടെ ഹൃദയത്തെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നതാണ്. നാം പുറമേ പറഞ്ഞില്ലെങ്കിൽ പോലും ഹൃദയത്തിലെ ചിന്തനങ്ങളെ വിവേചിച്ചറിയുന്ന ദൈവം അതുപോലും അറിയുന്നവനാണ്. അപ്പോൾ നാം എത്ര മറ്റുള്ളവരുടെ മുൻപാകെ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ പോലും നിരൂപണങ്ങളെ മനസ്സിലാക്കുന്നവൻ്റെ മുന്നിലാണ് നാം ജീവിക്കുന്നത്. എപ്പോഴും നാം അവൻ്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത് എന്നൊരു ബോധമുണ്ടെങ്കിൽ നാം കഴിയുന്നതും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. നമ്മുടെ ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാണെന്നാണ് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് സമാധാനം പകരുന്നതാണ്, സന്തോഷം ഉളവാക്കുന്നതാണ്, അവരെ തളർത്താതെ അവരെ വളർത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം പറയുവാൻ. നാം കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അങ്ങനെ വെറുതെ പറഞ്ഞ് പുലമ്പിക്കൊണ്ട് നടക്കുവാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, കൂട്ടുകാരനോട് ദോഷം ചെയ്യരുത്. കൂട്ടുകാരൻ ആരാണെന്നൊക്കെ നമുക്കറിയാം. നമ്മളെ ശമറിയക്കാരൻ്റെ കഥയിൽ കൂടി നമുക്ക് നല്ലതായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ആരാണ് ശരിയായ കൂട്ടുകാരൻ, ഇല്ലേ? ആ കൂട്ടുകാരനെ പോലെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ ജീവിക്കുക. സെക്കരിയ പ്രവചനത്തിൽ പറയുന്നു 8:17 ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. ഇതൊക്കെ യഹോവ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മുൻപാകെയാണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരനോട് പോലും ദോഷം ചെയ്യാതെ അവർക്ക് എഗൻസ്റ്റായിട്ട് ഒന്നും പറയാതെ ജീവിക്കുന്നവരായിരിക്കണം. റോമൻസ് 12:17 പറയുന്നു, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. ഇനിയും ആറാമത്തെ പ്രത്യേകത, കൂട്ടുകാരന് അപമാനം വരുത്തരുത്.
നമുക്കറിയാം ഇന്ന് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ട ഉടനെ അത് ഫോർവേഡ് ചെയ്യുന്ന നമ്മുടെ ഒരു പതിവാണ്. അത് ശരിയാണോ, അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമോ, അല്ലെ ആ മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുമോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആരൊക്കെ നമ്മളെ നാം സ്നേഹിക്കുന്നവർ മാത്രമല്ല, നാം അറിയുന്ന നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള സഹോദരവർഗം, അതായത് മനുഷ്യമായ രീതിയിൽ നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ, അല്ലാതെ നമ്മൾ സ്നേഹിക്കാത്തവർ, നമ്മളോടൊപ്പം വസിക്കുന്നവർ, അല്ലെ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ ആരുമാകാം, അവർക്ക് എഗൻസ്റ്റായിട്ട് നാം ഒരു കാര്യവും പറയുവാൻ പാടില്ല. അവർക്ക് അപമാനം വരുത്തുന്ന രീതിയിൽ, അവരുടെ ജീവിതത്തിന് കരുതയ്ക്കുന്ന രീതിയിൽ ഒന്നും നാം പറയുവാൻ പാടില്ല. അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ അത് നേരിട്ട് പറഞ്ഞ് അവരെ തിരുത്തുവാൻ ശ്രമിക്കണം. അല്ല എങ്കിൽ വിട്ടേക്കുക. നമുക്ക് അവർക്ക് വേണ്ടി കാര്യങ്ങൾ, അല്ലെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു അതിന് ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അതിന് കോടതിയോ പോലീസോ അത് ആരാന്ന് ചെയ്തോളും. നമുക്കത് ബുദ്ധിമുട്ടായി, നമുക്കത് വേദന ഉളവാക്കുന്നതാണെങ്കിൽ നാം ഏറ്റവും വലിയ കോടതിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് അത് സമർപ്പിക്കുക. അത്രമാത്രം ചെയ്താൽ മതി. അല്ലാതെ പകരത്തിന് പകരം ചെയ്ത് അവനെ അപമാനിക്കുവാനോ, എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അത് കാരണം ഞാൻ ഇനി അത് സഹിക്കില്ല, അത് കാരണം അവനും അതുപോലെ അനുഭവിക്കണം എന്ന് ആ ഒരു നിരൂപണം പോലും ശരിയല്ല. ഒരിക്കലും കൂട്ടുകാരനെ അപമാനിക്കില്ല. 7-ാമതായി പറയുന്നു, വഷളനെ നിന്ദിനായി എണ്ണുക. ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുക കഴിയുമെങ്കിൽ. അല്ലാതെ അവൻ തെറ്റ് ചെയ്തിട്ടും അവനോടൊപ്പം തോളിൽ കൈയിട്ടുകൊണ്ടും അവനെ സപ്പോർട്ട് ചെയ്ത് നടക്കരുത്. ഒരിക്കലും ആ പാപത്തിന് നാമും അടിമപ്പെടുവാൻ സംഗതിയാക്കരുത്. ഒരു തെറ്റായ രീതിയിൽ അവൻ ചെയ്തെങ്കിൽ അത് തീർച്ചയായിട്ടും അവൻ്റെ ജീവിതം മലിനപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കിയിട്ട് അത് ചൂണ്ടിക്കാണിക്കുകയോ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യുവാൻ ശ്രമിച്ചാൽ അത് നല്ല കാര്യമാണ്. എന്നാൽ ദൈവഹിതമില്ലാത്ത ഏത് പ്രവൃത്തിയും വഷളത്വമാണ്. അപ്പോൾ അങ്ങനത്തെ ഏത് പ്രവൃത്തി ചെയ്യുന്നവരെയും വഷളനാണ് നാം എണ്ണണം. അവരെ വീണ്ടും അവർക്ക് കൂട്ടുനിന്ന് അവർ വീണ്ടും ദുഷ്പ്രവൃത്തിയിലേക്ക് ചായുവാൻ സംഗതി ആക്കരുത്. സങ്കീർത്തനം 26:5 ഇപ്രകാരം പറയുന്നു, ദുഷ്പ്രവൃത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോട് കൂടെ ഞാൻ ഇരിക്കുകയുമില്ല. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ ഒന്നിൽ വായിക്കുന്നുണ്ടല്ലോ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന്. അപ്പോൾ ഓരോ സമയവും നാം കണ്ട് നാം അവരോടൊപ്പം ചിലവഴിക്കുന്ന സമയം അത് നമുക്കോ അവർക്കോ അപമാനം വരുത്തുന്ന രീതിയിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിന്ദിനായി തന്നെ എണ്ണണം, അവരെ മാറ്റി നിർത്തണം. നാം ഉപദേശിക്കാം, അവർ തിരിച്ചു വരുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷെങ്കിൽ വീണ്ടും വീണ്ടും അതിന് കൂട്ടുനിന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ അവരതോർക്കും, നല്ല കാര്യം, കുഴപ്പമില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോയാലേ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് അവരെ വഷളനെ നിന്ദിനായി തന്നെ എണ്ണണം. 8-ാമത് പറയുന്നു, യഹോവ ഭക്തനെ ബഹുമാനിക്കുക. ദൈവപ്രവൃത്തി ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ നാം ഒരിക്കലും അപമാനിക്കരുത്. അവരുടെ ഉപദേശത്തെ നാം അനുസരിക്കാതെയും അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുവാനും ഒന്നും നമ്മൾ ശ്രമിക്കരുത്. അവർ പറയുന്നത് നല്ല കാര്യങ്ങളെ നാം എടുക്കുക. അവരെ ബഹുമാനിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. കാര്യം ഒരു പക്ഷേ അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാകാം, ദൈവം പറഞ്ഞിട്ട് ദൈവനിശ്ചയപ്രകാരം അവർ ജീവിക്കുന്നവരാണ്. അവരുടെ പ്രവൃത്തി അവരെ ദൈവത്തിങ്കിലേക്ക് നമ്മെ കൂടെ അടുപ്പിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും അവരെ ഒരു നല്ലവനെന്ന് എണ്ണുവാനോ അല്ലെ അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനോ ഒന്നും നാം ശ്രമിക്കാറില്ല. അവരെ ബഹുമാനിക്കുക, അപമാനിക്കുവാൻ ഒരിക്കലും ഇടയാക്കരുത്. ഏത് ദൈവവശം നമുക്ക് എലീശ 2 രാജാക്കന്മാർ 4:9 നാം വായിക്കുന്നുണ്ടല്ലോ, ശൂന്യംകാരത്തി സ്ത്രീ, അവൾക്ക് മനസ്സിലായി ഇതിൽ വഴിയായി നടന്നു പോകുന്നത് ഒരു ദൈവപുരുഷനാണെന്ന്. അദ്ദേഹത്തെ ബഹുമാനിക്കുവാൻ വേണ്ടി ഒരു വിശ്രമ കേന്ദ്രം, ഒരു മാളികമുറി മുകളിൽ പണിത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് വിശ്രമിക്കുവാൻ ഒരിടം ഉണ്ടാക്കി കൊടുത്തു. അതെ, അവരെ ബഹുമാനിക്കണം. ദൈവപുരുഷന്മാരെ, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. 9-ാമത് പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അതായത് ചില കാര്യങ്ങൾ നാം പറയും, ഓക്കെ അത് ഏറ്റെടുക്കും, ചെയ്യാം, അല്ലെങ്കിൽ അത് ഓക്കെയാണ്, ഞാൻ ചെയ്തു തരാം എന്നൊക്കെ വാക്ക് കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് നാം അത് വീണ്ടും ഒന്ന് ചിന്തിക്കും.
പശു അയവിറക്കുന്ന പോലെ, അയ്യോ അത് വേണ്ടായിരുന്നു, എന്തിനാണ് ഞാനത് ഏറ്റത്, എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അതിൽ നിന്ന് ഞാൻ മാറേണ്ടതായിരുന്നു എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും സത്യം ചെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ട്, നേരിടാതിരിക്കുന്ന പാവമല്ല, എന്നാൽ നേരുകയും നിവർത്തിക്കുകയും ചെയ്യാനാണ് പറയുന്നത്. ഒരു കാര്യം സത്യം ചെയ്തു എന്നാൽ അത് സത്യത്തിനെതിരായിട്ട് അത് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിൽ നിന്ന് മാറില്ല. സത്യം പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറാൻ പാടില്ല. അതിൻ്റെ കഷ്ടനഷ്ടങ്ങളൊക്കെയും നാം ഓർത്തിട്ട് അതിൽ നിന്നും വ്യതിചലിക്കുവാൻ ഒരിക്കലും ഇടയാകില്ല. അതുകൊണ്ടാണ് 1 പത്രോസ് 4:14 പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. കാരണം ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. അപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നാം ചെയ്തത് സത്യം ശരിയാണ്, ആ സത്യത്തിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. 10 പറയുന്നു, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. നമുക്ക് ഉള്ളതുകൊണ്ട് നാം തൃപ്തരാകുവാൻ ശ്രമിക്കണം. അമിത ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയൊക്കെ ചെയ്താൽ ഒടുവിൽ അതൊരു പക്ഷേ നഷ്ടമായിട്ട് മാറത്തേ ഉള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾ, ദ്രവ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ പണം മാത്രമല്ല, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമയം, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അതൊക്കെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ കൊടുക്കണം. എന്നാൽ അത് കൊടുക്കുന്നത് ശരി, പക്ഷേ പ്രതിഫലേച്ഛ കൂടാതെ വേണം ചെയ്യുവാനും. നമ്മൾക്ക് ഒരാൾ സഹായം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ടോ ആളിനെ സഹായിക്കാൻ പോയിട്ട് അത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. മറ്റുള്ളവർക്ക്, ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യം അനുസരിച്ച് അവരെ സഹായിക്കുകയും അവർക്ക് പ്രതിഫലേച്ഛ കൂടാതെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കണം. നമ്മൾ ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കുന്ന കാര്യം ദൈവവും നമുക്ക് കടക്കാരനല്ല. അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് കടപ്പെട്ടിരിക്കാൻ പാടില്ല. സകലവും ദൈവനാമഹത്വത്തിനായിട്ട് വേണം ചെയ്യുവാൻ. എളിയവനെ ആദരിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. 11 പറയുന്നു, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതിരിക്കുക. കൈക്കൂലി വാങ്ങിയതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണല്ലോ യൂദായുടെ അനുഭവം. കുറ്റമില്ലാത്തവന് വിരോധമായിട്ട് കൈക്കൂലി വാങ്ങിയത്. ഇന്നും കാണുന്നത് അതൊക്കെയല്ലേ. ഒരുവനെ തെറ്റിലേക്ക്, അവൻ കുറ്റം ചെയ്തവനല്ലെങ്കിൽ പോലും അവനെ ശിക്ഷിക്കുവാൻ വേണ്ടി കള്ളസാക്ഷികളെ നിർത്തുകയും ആ കള്ളസാക്ഷികൾക്കൊക്കെയും പണം കൊടുത്ത് അവരെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതെല്ലാം തെറ്റാണ്. കോടതിയിലൊക്കെയും നടക്കുന്നത് അതാണ്. അതുമല്ല, നാം തന്നെ സ്വന്തം സഹോദരനെതിരായിട്ട് പോലും നാം ഓരോന്ന് ചെയ്തിട്ട് അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി നാം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. അതിനുവേണ്ടി നാം എന്തും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെയും തെറ്റായ നടപടികളാണ്. കുറ്റമില്ലാത്തവനോട്ട് വിരോധമായിട്ട് കൈക്കൂലി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതെല്ലാം. അതുകൊണ്ട് നമ്മൾ ചിലയിടത്തൊക്കെ എഴുതി വെക്കത്തല്ലേ, കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും ശിക്ഷാർഹമാണ്. നമ്മുടെ ജോലി, നാം ചെയ്യുന്ന ജോലിക്ക് അതിനുള്ള പ്രതിഫലം, നമുക്ക് ശമ്പളം അഥവാ അതിനുള്ള പ്രതിഫലം കിട്ടുന്നുവെന്ന് നോക്കുക. മറ്റ് യാതൊരു കാരണത കൊണ്ടും അതിനുവേണ്ടി നാം വാങ്ങിച്ചാൽ, ഇവൻ കൊടുത്താലും അത് കുറ്റമാണ്, അത് ശരിയല്ല. അതെല്ലാം പലിശ വാങ്ങിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നാം ഒരിക്കലും കുറ്റമില്ലാത്തവനോട്ട് വിരോധമായിട്ട് കൈക്കൂലി വാങ്ങരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് അത് ഇഷ്ടപ്പെടുത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ജനമായി ജീവിക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യത്തിൽ വളരണമെങ്കിൽ ഈ പ്രത്യേകതകളെല്ലാം നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ നാം വെറുതെ വിശ്വസിക്കുന്നു, അല്ലേ അത് പറഞ്ഞു, അങ്ങനെ ഞാൻ ജീവിച്ചിട്ടില്ല എന്നൊക്കെ മറ്റുള്ളവർ കാണുക പറയുകയും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവനാമത്തെ മഹത്വത്തിനെ വളരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നാം ചെയ്യേണ്ടത്. നാം നമ്മെ തന്നെ ഒന്ന് ശോധനിക്കുക. നാം എപ്പോഴും നമ്മെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്തത് ശരിയാണോ, എന്നിൽ ഈ പ്രത്യേകതകളുണ്ടോ എന്നൊക്കെയും ഈ സാംസ് വായിക്കുമ്പോൾ, 15 സങ്കീർത്തനം വായിക്കുമ്പോൾ നാം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. അതിൽ കൂടി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഒക്കെയും നാം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൂടാരത്തിൽ അവനോടൊപ്പം വസിക്കുവാൻ കഴിയുകയുള്ളൂ. ആ കൂടാരത്തിൽ ചെന്ന് പാർക്കുവാനുള്ള ആ യോഗ്യത നമുക്ക് ലഭിക്കുവാൻ നാം ഈ പ്രവൃത്തികളൊക്കെയും അനുഷ്ഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സ്വർണ്ണത്തെരുവീതിയിൽ അതികുതുകാൽ നമുക്ക് വസിക്കുവാൻ കഴിയുള്ളൂ. നാം ആഗ്രഹിക്കും, നമ്മൾ പാട്ട് പാടാറുണ്ട്, ഇതൊക്കെയും നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അതനുസരിച്ച് ജീവിക്കുവാൻ കൂടി നാം ശ്രമിക്കണം. അല്ലാതെ ക്രിസ്തുയേശുവിൽ വിശ്വാസം അർപ്പിച്ചു, അതെ എനിക്ക് വിശ്വാസമുണ്ട്, കർത്താവിൻ്റെ വഴിയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കരുത്. എന്നാൽ തികച്ചും നിഷ്കളങ്കമായി തടന്ന് ഈ പ്രവൃത്തികളൊക്കെയും അനുഷ്ഠിച്ച് ഈ പ്രാക്ടീസ് ചെയ്യേണ്ട എല്ലാ ക്വാളിറ്റീസും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് ദൈവത്തിൽ നിന്നുള്ള ആ പൗരത്വം
ആ സ്വർഗത്തിലെ പൗരത്വത്തിന് അവകാശികളാകാനാണ് നാം ശ്രമിക്കേണ്ടത്. ആ സ്വർഗീയ ഊഷ്ലേമിൽ ആ കർത്താവിനോടൊപ്പം വസിക്കുന്ന ആ രാജ്യത്തിൽ എത്ര ആനന്ദകരമായ ഒരവസ്ഥയാണ്. അവിടെ ഒന്നിനെക്കുറിച്ചും നമുക്ക് വ്യാകുലപ്പെടേണ്ടതില്ല. അവിടെ വിശുദ്ധിയോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് സന്തോഷമുള്ള ആ പ്രവൃത്തിയാണ് ആരാധന. ആ ആരാധനയിൽ പങ്കുചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള ഒരു അവസരമാണ്. അത് നഷ്ടപ്പെടുവാൻ നാം അനുവദിക്കരുത്. അത് കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരെയും ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിൽ മരിച്ചവരെ ആദ്യം ചേർക്കും, പിന്നെ ജീവനോടിരിക്കുന്ന നമ്മയും. അപ്പോൾ കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മയും ചേർത്തുകൊള്ളുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം കർത്താവിനോടൊപ്പം വസിക്കുക എന്നതാണ്. ആ വാസസ്ഥലത്തേക്ക് പോകുവാൻ, ആ സ്വർഗീയ യെരൂശലേമിലെ അന്തേവാസികളെ ജീവിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ മണവാട്ടികളായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആത്മീയ കൃപകളാലും നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.